My dear students, ഇത് Vedic മാത്സിന്റെ മൂന്നാമത്തെ വീഡിയോ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2-digit നമ്പേഴ്സിന്റെ ക്യൂബ്സ് കാണാൻ വേണ്ടിയാണ്. 2-digit നമ്പേഴ്സിന്റെ ക്യൂബ്സ് കാണുമ്പോൾ അത് 4 രീതികളിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, നമ്പർ സ്റ്റാർട്ട് വിത്ത് 1 എന്ന് പറഞ്ഞാൽ ടെൻസ് പ്ലേസിൽ 1 വരിക. 12, 13, 15 ഇങ്ങനെയൊക്കെ വരുന്നത്. അതായത് ടെൻസ് പ്ലേസിൽ 1 വരുന്ന സിറ്റുവേഷൻ. ഇതാണ് ടൈപ്പ് 1 ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ടൈപ്പ് 2 എന്ന് പറയുന്നത് തിരിഞ്ഞു വരുന്നത് 21, 31, 51, 71. അതായത് യൂണിറ്റ് പ്ലേസിൽ 1 വരിക, എൻഡ് വിത്ത് 1 അങ്ങനെ വരുന്ന ടൈപ്പ് ആയിരിക്കും രണ്ടാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ്സും, അതായത് ടെൻസ് പ്ലേസും യൂണിറ്റ് പ്ലേസും രണ്ട് സെയിം ആയിരിക്കും. 11, 22, 33, 55, 77 ഇങ്ങനെ വരുന്നതായിരിക്കും മൂന്നാമത്തെ ടൈപ്പ്. നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബോത്ത് ആർ ഡിഫറെന്റ്. 23, 34, 52, 78 ഇങ്ങനെ 4 കാറ്റഗറി വരുന്നുണ്ട്. ഇത് ടൈപ്പ് 1 ആയിട്ട് എടുക്കുന്നു, ഇത് ടൈപ്പ് 2, ഇത് ടൈപ്പ് 3, ഇത് ടൈപ്പ് 4. അപ്പോൾ ഓരോ ടൈപ്പും ഓരോ വീഡിയോ ക്ലാസ് ആയിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് ടൈപ്പ് 1 മനസ്സിലാക്കാം. Cubes of 2-digit numbers. The type 1. Type 1 എന്താണെന്ന് ഞാൻ പറഞ്ഞു, ടെൻസ് പ്ലേസിൽ 1 വരിക, അല്ലെങ്കിൽ നമ്പർ സ്റ്റാർട്ട് വിത്ത് 1. നമ്പർ സ്റ്റാർട്ട് വിത്ത് 1. ഇതാണ് ഒന്നാമത്തെ ടൈപ്പായിട്ട് ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് 12 എടുക്കുക. 12ന്റെ ക്യൂബ് ആണ് നമുക്ക് കാണേണ്ടത്. ഇതിന്റെ ഷോർട്ട് കട്ട് ഇതാണ്. ഈ 12 തന്നെ ഇവിടെ എഴുതുക, 1, 2 എന്ന് എഴുതുക. പിന്നെ ഇതിന്റെ സ്ക്വയർ എഴുതുക. 2ന്റെ സ്ക്വയർ എത്രയാ? 4. 2ന്റെ ക്യൂബ് എടുക്കുക, 8. അതാണ് പ്രൊസീജിയർ. മനസ്സിലായോ? 1 എഴുതുക, ഈ 2 എഴുതുക, പിന്നെ എന്ത് ചെയ്യണം? 2ന്റെ സ്ക്വയർ എഴുതുക, 2ന്റെ ക്യൂബ് എഴുതുക. ഇനി ചെയ്യേണ്ടത് ഇതിന്റെ ഡബിള് ഇവിടെ എഴുതുക, ഇതിന്റെ ഡബിള് ഇവിടെ എഴുതുക, മിഡിലുള്ളത് മാത്രം. എന്നിട്ട് ആഡ് ചെയ്യുക. ഇവിടെ 8, ഇത് 12 അല്ലേ, റിമൈൻഡർ 1 കൂടെ വരും. അപ്പോൾ ഇത് 7, 1 ഇതായിരിക്കും 12 ക്യൂബിന്റെ ആൻസർ. നമ്മളല്ലാതെ ചെയ്താൽ അങ്ങനെ ചെയ്യണം. 12 into 12 എത്രയാ? 144 അല്ലേ. പിന്നെയും 12 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 12ന്റെ ടേബിൾ അറിയാൻ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ 2 കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യും. പിന്നെ ഇതെല്ലാം കിട്ടുന്നത്. അപ്പൊ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ സ്പീഡിൽ ചെയ്യാം. 12ന്റെ സ്ക്വയർ നമുക്ക് 144 എന്ന് അറിയാന്നുള്ളത് നമ്മൾ എഴുതി. കുറച്ച് വലിയ നമ്പറായിരുന്നല്ലോ. 57ന്റെ സ്ക്വയർ 57ന്റെ ക്യൂബ് ആയിരുന്നല്ലോ. 57 into 57 കൂടെ ചെയ്യണ്ടേ? ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ 57 കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡിനേക്കാൾ ഇത് കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ 14 ക്യൂബ് 1, 4 അല്ലേ. അടുത്ത് എന്ത് ചെയ്യണം? ഈ 4ന്റെ സ്ക്വയർ എഴുതുക, 16. 4ന്റെ ക്യൂബ് 64. 16 into 4. ഇനി എന്താ? ഇതിന്റെ ഡബിൾ എഴുതുക, ഇതിന്റെ ഡബിൾ എഴുതുക. ഇവിടെ 64 ആകുമ്പോൾ 4 എഴുതാവും. ഇത് റിമൈൻഡർ 6 പുറത്ത് കൊണ്ടുപോകണം. 6, 12, 2, 14. റിമൈൻഡർ 1 വരും. ആ 1ഉം ഇവിടെ 4 + 1 5. മനസ്സിലായോ? 3, 4 അപ്പുറത്ത് ബാലൻസിലായിരുന്നു 5. 9, 4, 9 17. റിമൈൻഡർ 1 അത് പുറത്ത് കൂട്ടുക. 2744 എന്ന് വരും. 2744. അപ്പോൾ 12 ക്യൂബ് എത്രയാണ്? 1728. 14 ക്യൂബ് എത്രയാ? 2744. നമുക്കിനി 15 നോക്കാം. ഇതേ രീതിയിൽ നമുക്ക് 15 നോക്കാം. 15 ക്യൂബ് അങ്ങനെ എഴുതണം. 1, 5 അല്ലേ. അടുത്ത 5ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ എത്രയാ? 25. അടുത്ത 5ന്റെ ക്യൂബ് 125. മനസ്സിലായല്ലോ? ഇത് രണ്ടും എഴുതിയിട്ട് ഇതിന്റെ സ്ക്വയർ ഇവിടെ, ഇതിന്റെ ക്യൂബ് ഇവിടെ. ഇനി എന്താ? ഇതിന്റെ ഡബിൾ എഴുതുക അവിടെ. 10. ഇതിന്റെ ഡബിള് 50. ഇനി ഇവിടെ 5 എഴുതാവും. ഈ 12 ഇവിടെ 5 വരും.
5 2 7. ഇനി എത്ര? 3 5 8. 8 കൂടെ 8 5 13. ശിഷ്ടം 1 ഉണ്ടല്ലോ. ആ 1 എത്ര? 2. ആ 2 ഇവിടെ വരും. ആഡ് ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇപ്പൊ ഇവിടെ 125 ആകുമ്പോൾ 5 എഴുതാവും. ബാക്കി 12 ഇനി പുറത്ത് വരും. 12 പുറത്ത് വരും അല്ലേ? അത് എനിക്കിങ്ങനെ എഴുതിയിട്ട് 5 2 7. ബാലൻസ് ഇല്ലല്ലോ. 5 2 7 1 8. ആ 8 ഇവിടെ എഴുതി. 8 5 13. അല്ലെങ്കിൽ 10 5 15 8 എത്ര? 23. ശിഷ്ടം 2. എങ്ങനെ പറയാം? അതിനേക്കാൾ നല്ലത് അതിൽ കൂടുതൽ നമ്പേഴ്സ് വരുമ്പോൾ പ്രയാസം. എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് ഡിജിറ്റ് ആഡ് ചെയ്യുന്നത് 8 5 13. ബാലൻസ് 1 ഉണ്ട്. ആ 1 വേണം. മനസ്സിലായോ? അപ്പോ 15 ക്യൂബ് എത്ര? 3375 ആയിരിക്കും. അടുത്തത് നമുക്ക് ഒരു 2 എണ്ണം കൂടി എഴുതി നോക്കാം. 16 ക്യൂബ് എങ്ങനെ എഴുതണം? 1 6 അല്ലേ? അടുത്ത എന്താ ചെയ്യേണ്ട? 6ന്റെ സ്ക്വയർ എത്രയാ? 36. അടുത്ത 6ന്റെ ക്യൂബ് 36 × 6 216. 216. ഇനി ഇതിന്റെ ഡബിള് 12. ഇതിന്റെ ഡബിള് 72. ഇനി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 എഴുതാവും. ഈ 21 ഇവിടെ കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞില്ലേ? 6 1 7 2 എത്ര? 9. ഇനി ഇവിടെ എത്ര? 7 3 10 2 12. 12 ഇനി കൊണ്ടുവരണം. 8 8 2 10. ശിഷ്ടം 1. ഇത് 2 1 എത്ര? 3. 3 ഇവിടെ കൊണ്ടുവരുമ്പോ 4. 4096 എന്ന് വരും. 16ന്റെ ക്യൂബ് ആരാ? 4096. ഇത് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. മനസ്സിലായില്ലേ? കൊണ്ട് തുടങ്ങുമ്പോ നമുക്ക് എഴുതിക്കൂടെ? 11 വേറെ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഈക്വലായിട്ട് വരുമ്പോ അത് ഇതേ രീതിയിൽ എഴുതാൻ കഴിയുന്നത്. ചിലപ്പോ 12 13 14 15 16 17 18 19. ഇനി ഒന്നുകൂടി നോക്കാം. നമുക്ക് 18ന്റെ ക്യൂബ് നോക്കാം. എങ്ങനെ എഴുതണം? 1 8. അടുത്തെന്താ? 8ന്റെ സ്ക്വയർ 64. അടുത്ത 8ന്റെ ക്യൂബാണ് 512. 64 × 8. ഇനി ഇവിടെ എത്രയാ? 16. ഇവിടെയോ? ഇതിന്റെ ഡബിൾ 128. പിന്നെ ഇവിടെ 2. ഈ 51 ഇവിടെ വരും. 4 1 5 8 13 അല്ലേ? 8 5 13. ശിഷ്ടം 1 ഉണ്ട്. 12 6 18. 18 5 23. ബാലൻസും കൂടെ 24. മനസ്സിലായി? അല്ലാതെ ചെയ്ത 128 പ്ലസ് 64 പ്ലസ് 51 അങ്ങനെ ചെയ്യണ്ട. 8 4 12 13. ശിഷ്ടം 1 ഉണ്ട്. ആ 1 12 കൂടെ 13. 13 6 19. 19 5 24. 8 4 12. 12 6 18. ശിഷ്ടം 1 ഉണ്ടല്ലോ. 2 ആ 2 4. 5 8 3. 8ന്റെ ക്യൂബ് എത്രയായിരിക്കും? 5 8 3. മനസ്സിലാവില്ല? ഇതുപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് ശരിക്കും എങ്ങനെയായാലും നമ്മളത് 3 പ്രാവശ്യം എഴുതുന്നതന്നെ നിങ്ങളൊന്ന് ചെയ്ത് വരുമ്പോൾ സ്പീഡായി പോകും. ഈ ബാലൻസ് ആഡ് ചെയ്ത് എഴുതുന്ന രീതി മനസ്സിലാക്കുക. ഓക്കെ.